സ്വയം വരുത്തിവെച്ച സാമ്പത്തിക പ്രതിസന്ധിക്കിടെ കേന്ദ്ര സർക്കാരിനെ പഴിചാരിക്കൊണ്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മന്ത്രിമാരുടെയും സമരം ഇന്ന് ഡൽഹിയിലെ ജന്തർ മന്ദറിലുണ്ട്. പ്രതിഷേധിക്കുകയാണ്. എന്തായാലും സ്വയം വരുത്തിവെച്ച വിനയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അച്ചടക്കമില്ലാത്ത സാമ്പത്തിക നയ വ്യതിയാനം കൊണ്ടാണ് ഇത്തരത്തിൽ കേരളം വലിയ രീതിയിൽ കടക്കണിയിലേക്ക് മാറിയത്. പക്ഷേ പതിവ് പോലെ കേന്ദ്രത്തെ തന്നെയാണ് വഴി പറയുന്നത്. അതിന്റെ പ്രതിഷേധമാണ് ഇന്ന് ഡൽഹിയിൽ അരങ്ങേറുന്നത്. വിവരങ്ങൾ രോഹിണി, മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ മന്ത്രിമാരും MLA-മാരും എല്ലാം തന്നെ കേരളത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഡൽഹിയിൽ എത്തിയിരുന്നു. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ജന്തർ മന്ദറിൽ കേരളത്തിന്റെ പ്രതിഷേധം നടക്കുന്നത്. കേരളം പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത് കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നുള്ളതാണ്. അത് ഗ്രാന്റുകളിലൂടെയും അതേപോലെ തന്നെ നികുതി വിഹിതം കുറയ്ക്കുന്നതിലൂടെയൊക്കെയാണ് കേരളത്തിനോടുള്ള കേന്ദ്ര സർക്കാരിന്റെ പക എന്നുള്ളതാണ് പ്രധാനമായും സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ കേരളം ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കുവാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. എന്നാൽ നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. സ്വാഭാവികമായും രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമാണ് കേരളത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നാണ് BJP അടക്കം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്നുള്ള BJPയുടെ കേന്ദ്രമന്ത്രി V. മുരളീധരൻ അദ്ദേഹവും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല 10 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരുന്നു. എന്നാൽ ആ ചോദ്യങ്ങൾക്കൊന്നും ഇതുവരെ മറുപടി പറയുവാൻ സർക്കാരിനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനെല്ലാം ഉപരി തന്നെ കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ നിലപാട് സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയതാണ്. അതായത് കേരളം തന്നെയാണ് സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തത്. ഈ ഹർജിയിൽ കൃത്യമായി തന്നെ അറ്റോർണി ജനറൽ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ വ്യക്തമാക്കിയതാണ്. കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് വളരെ മോശമാണെന്നുള്ള വിവിധ ഏജൻസികളുടെ പഠന റിപ്പോർട്ടുകളുടെയും അതേപോലെ തന്നെ സംസ്ഥാന സർക്കാർ മുമ്പിറക്കിയ ധവളപത്രവും ഉദ്ധരിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ അവിടെ സുപ്രീം കോടതിയിൽ മറുപടി നൽകിയത്. കേരളത്തിന്റെ പൊതുധനം കൈകാര്യം ചെയ്യുന്നത് ഉചിതമായ രീതിയിലല്ല എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ധനസ്ഥിതി പരിശോധിക്കുമ്പോൾ വ്യക്തമാക്കുന്നതെന്നും കേന്ദ്രം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല കിഫ്ബി അതേപോലെ തന്നെ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്നീ 2 കമ്പനി രൂപീകരിച്ചുകൊണ്ട് കേരളം വലിയ രീതിയിൽ പരിധിക്ക് പുറത്തു നിന്ന് കടമെടുക്കുന്ന സാഹചര്യമുണ്ട്. ഇത് കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റിലുള്ള പിടിപ്പുകേടാണ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഈ വലിയ രീതിയിൽ കേരളം കടമെടുക്കുന്നു. അത് കേരളത്തിന്റെ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കാതെയാണ് ഈ കടമെടുക്കുന്നത്. അത് കിഫ്ബി വഴിയാണ് കടമെടുക്കുന്നത്. അതിനാൽ തന്നെ കേരളത്തിന്റെ ബഡ്ജറ്റിൽ അത് ഉൾക്കൊള്ളിക്കുന്നില്ല. ഇത് വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങളിലേക്ക് വഴിവെക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായി തന്നെ സുപ്രീം കോടതിയിൽ കേന്ദ്രം വ്യക്തമാക്കിയതാണ്. ഈ വിഷയത്തിൽ ഇനി കേരളത്തിന്റെ മറുപടി 13-ാം തീയതി ഫയൽ ചെയ്യുന്നു. ഇങ്ങനെ വളരെ നിയമപരമായി തന്നെയുള്ള പോരാട്ടങ്ങൾ നടക്കുന്നു. അവിടെ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി ഉണ്ടാകുന്നു. എന്നാൽ ഇതൊന്നും തന്നെ സംസ്ഥാന സർക്കാർ വകവെക്കുന്നില്ല, കാര്യമാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറിച്ച് 2 മാസം കഴിയുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. സ്വാഭാവികമായും കേന്ദ്രത്തെ പഴിചാരുകയല്ലാതെ മറ്റ് പോംവഴികൾ ഇടതുപക്ഷ സർക്കാരിന്റെ മുന്നിലില്ല. അങ്ങനെ കേന്ദ്രത്തെ പഴിചാരിക്കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സമരം സൃഷ്ടിച്ചുകൊണ്ട് കേന്ദ്രത്തിന് മേൽ കേരളത്തിന്റെ മുഴുവൻ സാമ്പത്തിക ബാധ്യതയ്ക്കും അല്ലെങ്കിൽ മുഴുവൻ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും ഉത്തരവാദി കേന്ദ്രമാണെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് സംസ്ഥാനത്ത് നിന്നുമുള്ള മന്ത്രിമാരും അതേപോലെ തന്നെ മുഖ്യമന്ത്രി അടക്കം ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്. രോഹിണി.